നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് സി മലയാളം ന്യൂസിലേക്ക് സ്വാഗതം. മുഖാമുഖത്തിൽ ഇന്ന് എനിക്കൊപ്പം മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. സ്വാഗതം. നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് നമുക്ക് സംസാരിച്ച് തുടങ്ങാമെന്ന് തോന്നുന്നു. തെരഞ്ഞെടുപ്പിൽ അങ്ങ് മത്സരിക്കുന്നില്ല, നേരത്തെ മത്സരിക്കാൻ മൂടില്ല എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടത്. പലയിടങ്ങളിലും അങ്ങയുടെ പേര് സജീവമായി പറഞ്ഞു കേൾക്കുന്നുണ്ട്. വട്ടിയൂർക്കാവ്, പാലക്കാട് തുടങ്ങിയിട്ടുള്ള മണ്ഡലങ്ങളിലൊക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ടോ? അല്ല, അത് തീരുമാനമെടുക്കേണ്ട പാർട്ടിയാണ്. ഞാൻ എൻ്റെ പഴയ അഭിപ്രായത്തിൽ മാറ്റം വരുത്തിയിട്ടില്ല. മത്സരിക്കാൻ എനിക്ക് വ്യക്തിപരമായിട്ട് താല്പര്യമില്ല. പിന്നെ ഏത് ചുമതല നിർവഹിക്കണം, ഇലക്ഷനിൽ എൻ്റെ റോളാണ് എന്താണ് എന്ന് തീരുമാനം എടുക്കേണ്ട പാർട്ടിയാണ്. പാർട്ടി മത്സരിക്കണം എന്നാവശ്യപ്പെട്ടാൽ അത് എനിക്ക് കൊണ്ട് സ്വീകാര്യമായിട്ടുള്ള ഒരു നിയോജക മണ്ഡലം ഏതാണോ അത് അന്ന് തീരുമാനിക്കാം. ഇന്ന് അതിനെക്കുറിച്ചൊരു ചർച്ചയ്ക്ക് പോകേണ്ട ആവശ്യമില്ല. കാരണം ഇപ്പോൾ ഞാൻ തിരുവനന്തപുരം ജില്ലയുടെ SIRൻ്റെ ചുമതല വഹിക്കുന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ്. പക്ഷേ വട്ടിയൂർക്കാവിലും പാലക്കാടും ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ പേരിപ്പോൾ പലയിടത്തും പറയുന്നുണ്ട്. കോൺഗ്രസ് ഒരിക്കൽ മാത്രം ജയിച്ച ചടയമംഗലം ഉൾപ്പെടെ എൻ്റെ പേര് പറയുന്നത്. പക്ഷേ ഞാൻ അങ്ങനെ തീരുമാനമൊന്നും എടുത്തിട്ടില്ല. ഞാൻ തിരുവനന്തപുരത്ത് എനിക്ക് വർഷങ്ങളായിട്ട് ബന്ധമുള്ള വട്ടിയൂർക്കാവിലാണ്. വട്ടിയൂർക്കാവിലെ ബന്ധം ഞാൻ പഴയ തട്ടകത്തിൽ ബന്ധം ഞാൻ എല്ലാ കാലത്തും നിലനിർത്തിയിട്ടുണ്ട്. വടകര MP ആയിരുന്ന സമയത്തും ഇവിടുത്തെ ബന്ധം ഞാൻ നിലനിർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ SIRൻ്റെ പ്രവർത്തനങ്ങളിൽ തിരുവനന്തപുരം ജില്ലയുടെ ചുമതലയാണ് എനിക്കുള്ളത്. അതനുസരിച്ച് ഇപ്പോൾ ഇന്നലെ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ തുടർ സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ചിട്ടുള്ള ഡിസ്കഷനിലാണ് ഇപ്പോൾ ഞങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ ഒരു സ്ഥാനാർത്ഥി നിർണയ ചർച്ചയിലേക്കൊന്നും പാർട്ടി കടന്നിട്ടില്ല. രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം അല്പം നീണ്ടുപോകുന്നൊരു വാർത്തയുണ്ട്. പിന്നെ ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന പുതിയ യാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഘടകകക്ഷികളുമായിട്ടുള്ള സീറ്റ് ചർച്ചകൾ പൂർത്തീകരിച്ചിട്ടില്ല. അത് പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കുകയുള്ളൂ. ഇപ്പോഴത്തെ ഞങ്ങൾക്ക് ലഭ്യമായ വിവരമനുസരിച്ച് ഒരു മാർച്ച് 15-ാം തീയതിയോടുകൂടെ മാത്രമേ പ്രഖ്യാപനം ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. ഏതാണ്ട് 12-13 തീയതികളിലായി സ്ഥാനാർത്ഥികളെ പൂർണ്ണമായിട്ട് പ്രഖ്യാപിക്കണം എന്നാണ് പാർട്ടി കണക്കാക്കുന്നത്. അതനുസരിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ ഒരിടത്തും ഒരു കൺഫർമേഷൻ വന്നിട്ടില്ല. പ്രതിപക്ഷ നേതാവിൻ്റെ പൊതുയോഗയാത്ര നടക്കുന്ന ഘട്ടത്തിൽ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഉണ്ടാകുമെന്നുള്ളതായിരുന്നു നേരത്തെ. സ്ഥാനാർത്ഥി പട്ടിക എന്നല്ല, ഞങ്ങളുടെ ഉദ്ദേശിച്ചത് മാർച്ച് 2-ാം തീയതി പ്രഖ്യാപനം ഉണ്ടാകുന്നതാണ്. അങ്ങനെ വരുമ്പോൾ യാത്ര തുടങ്ങുമ്പോൾ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കടക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. പക്ഷേ SIRൻ്റെ പ്രവർത്തനങ്ങൾ ബംഗാളിൽ 28-ാം തീയതി വരെ നീട്ടിയപ്പോൾ അത് പ്രഖ്യാപനം 15-ാം തീയതിക്ക് മുമ്പ് സാധ്യമല്ല. അങ്ങനെ പറഞ്ഞപ്പോൾ തിരക്കിട്ട് വേണ്ട. കാരണം മാർച്ച്, ഏപ്രിൽ 2 മാസം നീണ്ടു നിൽക്കുന്ന ഇലക്ഷൻ വർക്ക് എന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രയാസമാണല്ലോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തീരുമാനം എടുത്തിട്ടുള്ളത് ഈ മാസത്തോടുകൂടെ 28-ാം തീയതിയോടുകൂടെ തന്നെ സീറ്റ് ചർച്ചകൾ പൂർത്തീകരിക്കുക. 7-ാം തീയതി യാത്രാ സമാപനത്തിന് ശേഷം ഒരു 3-4 ദിവസത്തിനുള്ളിൽ പൂർണ്ണ പട്ടിക പുറത്തിറക്കുക. അതാണ് ഇപ്പോഴത്തെ അജണ്ട എന്ന് പറയുന്നത്. അങ്ങയുടെ വരവാണ് നേമത്ത് BJPയുടെ അക്കൗണ്ട് പൂട്ടിച്ചത്. BJP ഒരു മുഴം മുന്നേ തെരഞ്ഞെടുപ്പിൽ സജീവമായിട്ടുണ്ട്. നേമത്ത് കരുത്തനായിട്ടുള്ളൊരു സ്ഥാനാർത്ഥി തന്നെ കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടുണ്ടാകുമോ? മാത്രമല്ല, നേമത്തിന് മാത്രമായിട്ട് പ്രത്യേകതയൊന്നുമില്ലല്ലോ. കഴിഞ്ഞ തവണ അവർക്കൊരു സിറ്റിംഗ് മെമ്പർ ഉണ്ടായിരുന്നു. ഒരുപാട് പഴി കേട്ടു കോൺഗ്രസ് പാർട്ടി, അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തി എന്നൊക്കെ പഴി കേട്ടു. അങ്ങനെയാണ് കഴിഞ്ഞ തവണ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ മത്സരിക്കുന്നത്. പക്ഷേ ഇത്തവണ കോൺഗ്രസ് കാൻഡിഡേറ്റ് തന്നെയായിരിക്കും നേമത്ത് മത്സരിക്കുക. അപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെല്ലാവരും ഞങ്ങൾക്ക് ഒരുപോലെ തന്നെയാണ്. അതല്ലാതെ നേമത്തിന് പ്രത്യേക സ്ഥാനാർത്ഥി, വട്ടിയൂർക്കാവിൽ പ്രത്യേക അങ്ങനത്തെ ഒന്നുമില്ല. എല്ലായിടത്തും കോൺഗ്രസ് സ്ഥാനാർത്ഥികളാണെങ്കിൽ എല്ലാവർക്കും ഈക്വൽ സ്റ്റാറ്റസ് തന്നെയാണ്. വി ശിവൻകുട്ടി, രാജീവ് ചന്ദ്രശേഖർ മത്സരമായിരിക്കും നേമത്ത് നടക്കാൻ പോവുക എന്നുള്ളതാണ് ഉയർന്നു കേൾക്കുന്ന അഭ്യൂഹങ്ങൾ. അങ്ങനെ വലിയ തീവാറും പോരാട്ടം നടക്കാനുള്ള അങ്ങനെയുള്ള സ്ഥലത്ത് ഞങ്ങൾക്കും സ്ഥാനാർത്ഥികളുണ്ടാകും. ഞങ്ങൾക്കുണ്ടല്ലോ സ്ഥാനാർത്ഥി. ഇവർ രണ്ടുപേരും മാത്രമല്ല. ഇപ്പോൾ നേമത്ത് രാജീവ് ചന്ദ്രശേഖർ BJP സ്ഥാനാർത്ഥിയാണെങ്കിൽ BJPയുടെ MLA നിയമസഭയിൽ ഇല്ലാത്തതിൻ്റെ ക്ഷീണം തീർക്കുന്ന ആളാണല്ലോ ശിവൻകുട്ടി. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സംഘിക്കുട്ടി എന്ന് സ്വന്തം മുന്നണിക്കാർ വിളിച്ചത്. അപ്പോൾ സംഘിക്കുട്ടിയും നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും കോൺഗ്രസ്സിന് അവിടെ പ്രസക്തിയുണ്ട്. അപ്പോൾ കഴിഞ്ഞ 5 വർഷം BJPക്ക് വേണ്ടി നിയമസഭയിൽ പ്രസംഗിച്ച ആളാണ് ശിവൻകുട്ടി, സോണിയാഗാന്ധിക്കെതിരായിട്ട് പോലും. സോണിയാഗാന്ധിയെ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റ് ചെയ്യണമെന്ന് ഒരു BJP നേതാവും പറഞ്ഞിട്ടില്ല. പക്ഷേ ശിവൻകുട്ടി പറഞ്ഞു. അപ്പോൾ ശിവൻകുട്ടീനെ അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ സംഘിക്കുട്ടി എന്ന് വിളിക്കുന്നത്. ഞങ്ങൾ വിളിച്ചതല്ല, സ്വന്തം മുന്നണിയിലെ ഘടകകക്ഷികൾ വിളിച്ചതാണ്. അപ്പോൾ സംഘിക്കുട്ടിയായിട്ട് മുട്ടുമ്പോൾ അതിന് പ്രത്യേകതയില്ല. അവിടെ കോൺഗ്രസ്സിനാണ് അവിടെ പ്രസക്തിയുള്ളത്. കോൺഗ്രസ്സിന് സ്ഥാനാർത്ഥി ഉണ്ടാവും.
തലസ്ഥാനത്തെ ഒരു കാര്യം പറയുമ്പോൾ തലസ്ഥാന കോർപ്പറേഷൻ, തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ചിട്ടുണ്ട്. BJP വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുകയും ചെയ്യുന്നത്. സീറ്റ് വർദ്ധിപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യം അവരുടെ മുന്നിലുണ്ട്. അപ്പോൾ കോൺഗ്രസിന് ഇത് ഏതെങ്കിലും വിധത്തിൽ തിരിച്ചടിയായി മാറാൻ ഇല്ല. കഴിഞ്ഞ കോർപ്പറേഷനിൽ BJP ജയിക്കാനുണ്ടായൊരു സാഹചര്യം 42 വർഷത്തെ ഇടതു മുന്നണിയുടെ ഭരണത്തിലുണ്ടാക്കിയ ഒരു ഭരണവിരുദ്ധ വികാരം അത് വളരെ ശക്തമായി കഴിഞ്ഞ 5 വർഷക്കാലം. ആര്യ രാജേന്ദ്രൻ്റെ ഭരണസമിതിയുടെ ധിക്കാരം, അതിൻ്റെ പരിണത ഫലമാണ് ഈ BJPക്ക് ജയിക്കാൻ ഇടയാക്കിയത്. പക്ഷെ അവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അന്ന് കോൺഗ്രസിൻ്റെ UDFൻ്റെ നില വളരെ മോശമായിരുന്നു. 10 സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ 10 സീറ്റുകാരനെ എങ്ങനെ 51-ലെത്തും എന്നുള്ളൊരു ചിന്താഗതി ജനത്തിനുണ്ടായി. അപ്പോൾ ആ കോർപ്പറേഷനിലെ ഭരണവിരുദ്ധ വികാരം BJPയിലേക്ക് പോയി വോട്ട്. എന്നാൽ അസംബ്ലി വരുമ്പോൾ അങ്ങനെയല്ല. അസംബ്ലിയിൽ ഒരു കാര്യം ഉറപ്പാണ്, ഐദർ UDF ഓർ BJP, അല്ല ഐദർ UDF ഓർ LDF. അവിടെ BJPക്ക് ഒരു പ്രസക്തിയില്ല. BJP തന്നെ പറയുന്നത് എന്താ, പരമാവധി ഞങ്ങൾക്ക് 10 സീറ്റ്. പക്ഷേ കോൺഗ്രസ് നില മെച്ചപ്പെടുത്തുന്നതാണ് കണ്ടത് കഴിഞ്ഞ തവണ. അത് ഞങ്ങളൊക്കെ എല്ലാവരും കംപ്ലീറ്റ് ഫീൽഡിൽ നിന്നും 10-20ആയി. ഇങ്ങനെ ഇരട്ടിപ്പ് ഉണ്ടാവും എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ജനം ഞങ്ങളെ ജയിപ്പിച്ചേനെ. ഇത് ഭരണവിരുദ്ധ വികാരത്തിൻ്റെ വോട്ട് മുഴുവൻ BJPയിലേക്ക് ഫോക്കസ് ചെയ്തു. പക്ഷേ ഫോക്കസ് ചെയ്തിട്ട് പോലും 101-ൽ 50 വരെ എത്തിയുള്ളൂ, 51-ലേക്ക് എത്തിയിട്ടില്ല. ഇവർ സ്വാതന്ത്ര്യം പിടിച്ചിട്ടാണല്ലോ ഭരണം. അപ്പോൾ അതിൻ്റെ അർത്ഥം BJP അത്രയും വളർച്ചയൊന്നും ഉണ്ടായിട്ടില്ല. ഒരു ഭരണവിരുദ്ധ വികാരത്തിൽ കുറേ മുതലെടുപ്പ് നടത്തി. കോൺഗ്രസ്സിന് UDFനും ഇത്രയേറെ മെച്ചപ്പെട്ട റിസൾട്ട് ഉണ്ടാകും എന്ന് ജനങ്ങൾ നേരത്തെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞങ്ങൾക്ക് ഭരണം കിട്ടുമായിരുന്നു. ശരിക്കും ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ പിണറായി വിജയൻ്റെ സർക്കാർ ചെയ്തു എന്ന കാര്യം നമുക്ക് തിരസ്കരിക്കാൻ. എന്ത് വികസനമാണ് നടത്തിയത്? ആകെ കുറേ കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ച് ആശുപത്രിക്ക് കെട്ടിടങ്ങൾ ഉണ്ടാക്കി. പക്ഷേ ആ കെട്ടിടത്തിൽ രോഗികൾക്ക് കിടക്കാൻ കഴിയുന്നില്ല. കെട്ടിടം മാത്രമേ ഉള്ളൂ, അതിൻ്റെ അകത്തുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ കുറവാണ്. 2 ഡോക്ടർമാർ നടത്തിയ ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ വോട്ടായി മാറുമെന്നുള്ള ചിന്ത LDFനുണ്ട്. അല്ല, ഞാൻ പറയാം, അതുകൊണ്ടാണ് അവർ പിണറായി സർക്കാർ അല്ലെങ്കിൽ പിണറായി 3.0 ഉറപ്പിക്കുകയും ചെയ്യുന്നത്. ഇല്ല, അതിലൊരു ഉറപ്പിക്കില്ല, അവർക്ക് തന്നെ അറിയാം ജയിക്കില്ല. ഇതിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ സംസ്ഥാന കമ്മിറ്റി ഒരു പ്രമേയം പാസ്സാക്കി. അവർ പറഞ്ഞ് കെട്ടിടങ്ങൾ ഉണ്ടായാൽ മാത്രം ചികിത്സ ഉണ്ടാവില്ല. അവിടെ ഒന്നും ഡോക്ടർമാരില്ല. പല പുതിയ കെട്ടിടങ്ങളിലും ഡോക്ടർമാരില്ല. ഉള്ള ഡോക്ടർമാരെ സഹായിക്കാൻ സ്റ്റാഫില്ല. അതുകൊണ്ട് ഇന്ന് ആശുപത്രിയിൽ നിന്ന് സാധാരണക്കാർക്ക് നീതി കിട്ടുന്നില്ല. ഇന്നിപ്പോൾ ഗോവിന്ദ മാഷ് പറഞ്ഞത് ഈ 5 വർഷം മുമ്പ് കത്രിയ വയറ്റിൽ വെച്ച സംഭവം ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞു. ഈ സംഭവം കഴിഞ്ഞ് 1.5 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇതേ സംഭവം കോഴിക്കോട് ആവർത്തിച്ചു. ഹർഷീന എന്നുള്ള സ്ത്രീയുടെ വയറ്റിൽ കത്രിയ കുടുങ്ങി. കഴിഞ്ഞ ദിവസം ഒരു സിസേറിയൻ ഓപ്പറേഷൻ നടക്കുമ്പോൾ ഒരു ഗർഭസ്ഥ ശിശു മരണപ്പെട്ടു പോയി നെടുമങ്ങാട്. അതിനു മുമ്പ് വിളപ്പിൽശാലയിൽ ഒരു രോഗി CCTVയിൽ കാണുകയാണ്, വയറുവേദന എടുത്ത കരയുന്നു, അവസാനം ആൾ കുഴഞ്ഞു വീണ് മരിക്കുന്നു. നെയ്യാറ്റിൻകര ജില്ലാ ആശുപത്രിയിൽ ഒരു സ്ത്രീ ചികിത്സയ്ക്ക് പോയി, ടെസ്റ്റ് ഡോസ് പോലും എടുക്കാതെ ഇഞ്ചക്ഷൻ കൊടുത്തു, ആ സ്ത്രീ മരണപ്പെട്ടു. ഇങ്ങനെ ഓരോ ആരോഗ്യവകുപ്പ് അടിമുടി പരാജയമാണ്, സമ്പൂർണ്ണ പരാജയം. ഇപ്പോൾ തന്നെ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ സമരത്തിലല്ലേ, ഓപ്പറേഷൻ നടക്കുന്നുണ്ടോ? രോഗികൾക്ക് ചികിത്സ കിട്ടുന്നുണ്ടോ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് ഇപ്പോൾ പഠനമില്ല. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, സർക്കാർ ആശുപത്രികളെന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും ഓരോ പരാതിയാണ്. ഇപ്പോൾ ഇവർ പറയുന്നത് അതായത് ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഒരു ദിവസം പലതും നടക്കുന്നു. എല്ലാം ഒറ്റപ്പെട്ട സംഭവമാണ്. ഒറ്റപ്പെട്ട സംഭവത്തിൻ്റെ അർത്ഥം എന്താ? ഇപ്പോൾ മലയാള ഡിക്ഷണറിയിൽ പുതിയ വാചകം കണ്ടുപിടിക്കേണ്ടി വരും. ഒറ്റപ്പെട്ട സംഭവം തിരിച്ചു ചോദിക്കുന്നത് കോൺഗ്രസിന്റെ സമയത്തും അല്ലെങ്കിൽ കോൺഗ്രസ് അധികാരത്തിലുണ്ടായിരുന്ന സമയത്ത് ഇതൊക്കെ സംഭവിച്ചില്ല. ഇങ്ങനെ സംഭവിച്ചായിട്ട് ഏതെങ്കിലും വാർത്തകളെന്ന് വന്നിരുന്നു? ആരോഗ്യവകുപ്പിനെ വിമർശിച്ചുകൊണ്ട് അവിടെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട്, ഏത് സർക്കാർ വന്നാലും. പക്ഷേ ഇത് ഒരു ദിവസം ഒറ്റപ്പെട്ട സംഭവം ഉണ്ടാവുമോ? ഇവിടുത്തെ ചോദ്യം അതാണ്. മുമ്പ് ഇടതുപക്ഷം ഭരിച്ചിട്ടുണ്ടല്ലോ, ഷൺമുഖദാസിനെ പോലെ ഒരു ആരോഗ്യമന്ത്രിമാരായിട്ടുണ്ടല്ലോ. അന്നൊക്കെ സർക്കാരിനെതിരായിട്ട് ആക്ഷേപമല്ലാതെ ആരോഗ്യവകുപ്പിനെ ഒറ്റതിരിഞ്ഞ് ആരും വിമർശിച്ചിട്ടില്ല. എന്താ കാരണം? എല്ലാ സന്ദർഭത്തിലും ആരോഗ്യരംഗം കുറേയൊക്കെ ഭേദമായിരുന്നു കേരളത്തിൽ. ആ സിസ്റ്റം തകർത്തത് ഈ വീണ ജോർജ് വന്നതിന് ശേഷം. അപ്പോൾ വീണ ജോർജിനെ പറ്റിയ പണിയല്ല ഈ. തീർച്ചയായും ഞങ്ങളൊക്കെ പറയാറുണ്ടല്ലോ, ഇവരാരാ മഹാറാണിയാണോ? ഒരു മര്യാദ വേണ്ടേ വിമർശിക്കുമ്പോൾ? ഇവർ ചാനലിൽ റിപ്പോർട്ടർ വാർത്ത വായിച്ച് വന്ന ആളാണ് ഫീൽഡിൽ. അങ്ങനെയാണല്ലോ വീണ ജോർജിനെ എല്ലാവരും അറിഞ്ഞത്. ഇന്ന് അവർക്ക് ചാനലുകളെ കണ്ടുകൂടാ, പേരെടുത്ത് പറയുകയാണ് ചില ചാനലുകളിൽ. ഇപ്പം ഞങ്ങളൊക്കെ ചില ചാനലുകൾ
വിമർശിക്കുന്നുണ്ട്, ഞങ്ങളൊക്കെ പറയാറുണ്ട് പേടി ന്യൂസാന്ന് പറയാറുണ്ട്. പക്ഷേ അപ്പോഴും ഞങ്ങൾ ചാനലിൻ്റെ പേരെടുത്ത് ഞങ്ങൾ വിമർശിക്കാറില്ല. ഇപ്പോൾ കൈരളി ഞങ്ങളെ വിമർശിച്ചാൽ ഞങ്ങൾ മൈൻഡ് ചെയ്യില്ല, കാരണം അത് പാർട്ടിയുടെ നയമാണ്. പക്ഷേ മറ്റ് ചില ചാനലുകൾ വാർത്തകൾ വയ്ക്കുന്നുണ്ട്, അവർക്ക് വേണ്ടി ജോലി എടുക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും ഞങ്ങളത് പരസ്യമായിട്ട് പറയാറില്ല. ഇതിപ്പോൾ ഒരു പ്രത്യേക ചാനലിൻ്റെ പേരെടുത്ത് എന്നും ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ പരാജയപ്പെട്ടൊരു മന്ത്രി, അതുകൊണ്ടാണ് അവനവൻ്റെ അങ്ങനെ ചോദിക്കുമ്പോൾ പോലും സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ഒരു പ്രമുഖ കോൺഗ്രസ് നേതാവ് അത് ആ ചാനലിനെ തന്നെ ഒരു ഭാഷ അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, ഏതെങ്കിലും പ്രത്യേക ചാനലിനെ അങ്ങനെ പേര് പറഞ്ഞ് ഞങ്ങൾ വിമർശിക്കാറില്ല. അദ്ദേഹത്തിന് ഉണ്ടായ പ്രയാസം എന്താണെന്ന് പറഞ്ഞാൽ, ഇതിന് വലിയ ഈ ചാനലാണ് ഓരോ ദിവസം ഓരോ ന്യൂസ് ഉണ്ടാക്കുന്നത്, പിറ്റേ ദിവസം SIT അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പോകുന്നു. പക്ഷേ ഞങ്ങളെടുത്തിട്ടുള്ള തീരുമാനം അങ്ങനെ ചാനലിനെ പേരെടുത്ത് പറഞ്ഞ് വിമർശിക്കേണ്ടതാണ് പാർട്ടിയുടെ പൊതുവായിട്ടുള്ള നയം. കോൺഗ്രസിൻ്റെ കാര്യങ്ങളിലേക്ക് വന്നാൽ, കോൺഗ്രസിൽ ഈ ഗ്രൂപ്പ് പോര് ഇല്ലാതായി എന്നുള്ള കാര്യം നമുക്കിപ്പോൾ ഉറപ്പിച്ച് പറയാൻ കഴിയുമോ? കാരണം പാർട്ടി ഒറ്റക്കെട്ടായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഫലം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നുള്ളത് തീർച്ചയായിട്ടും. അത് ഇപ്പോൾ ഈ പാർട്ടി ഒറ്റക്കെട്ട് എന്ന് പറയുമ്പോൾ കോൺഗ്രസ് പാർട്ടി ജനാധിപത്യ പാർട്ടിയാണ്. ജനാധിപത്യ പാർട്ടികളിൽ അഭിപ്രായങ്ങളുണ്ടാകും, അഭിപ്രായങ്ങളിടത്ത് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. പൂർണ്ണമായും ഇപ്പോൾ അങ്ങ് പ്രതിപക്ഷ നേതാവിൻ്റെയും KPC അധ്യക്ഷൻ്റെയും പ്രവർത്തനങ്ങളുടെ നേതൃത്വത്തിലാണ് പാർട്ടി മുന്നോട്ട് പോകുന്നത്. പിന്നെ ഉപദേശിക്കാൻ ശ്രീ രമേശ് ചെന്നിത്തലയെ പോലെ ഒരു ടീം കോൺഗ്രസ്സിനുണ്ട്. ഇതിനെല്ലാം വരിയായി പാർട്ടിക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകാൻ ഇന്ന് ശ്രീമാൻ AK ആൻ്റണിയുണ്ട്. പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാലിനാണ് സംഘടനാ ചുമതല. ആവശ്യമുള്ള ഘട്ടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സേവനം കിട്ടാറുണ്ട്. അദ്ദേഹം എല്ലാ കാര്യങ്ങളും ഇടപെടാറില്ല, എങ്കിലും അദ്ദേഹത്തിന് ഇടപെടേണ്ട ഘട്ടം വന്നാൽ ഞങ്ങളൊക്കെ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം ഇടപെടാറുണ്ട്. അപ്പോൾ നല്ലൊരു ടീമായിട്ടാണ് കേരളത്തിൽ ഇന്ന് പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. താങ്കൾ ഉൾപ്പെട്ട ചെന്നിത്തല സുധാകരൻ ടീമിനെ VD സതീശൻ ടീം ഒതുക്കി എന്നുള്ളൊരു തോന്നുന്നു. അങ്ങനെയല്ല, ആരും ഒതുക്കുന്നൊന്നുമല്ല. VD സതീശൻ പ്രതിപക്ഷ നേതാവാണ്. എല്ലാ കാലത്തും കോൺഗ്രസ്സിൽ പാർലമെൻ്ററി പാർട്ടി നേതാവിനും KPC പ്രസിഡൻറ്റിനും ഒരു ഈക്വൽ സ്റ്റാറ്റസ് പാർട്ടി എല്ലാ സന്ദർഭങ്ങളിലും കൊടുത്തിട്ടുണ്ട്. അത് കരുണാകരൻ AK ആൻ്റണി ഉണ്ടായിരുന്ന സമവാക്യം, ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല സമവാക്യം, ഇപ്പോൾ ശ്രീ VD സതീശനും സണ്ണി ജോസഫുമായിട്ടുള്ള ഒരു സമവാക്യം. അത് എല്ലാ കാലത്തും പാർട്ടികളിലാണ്, അല്ലാതെ ഇതൊന്നും ആരും ഒതുക്കുന്ന ഒരു സംവിധാനമൊന്നുമല്ല. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ തുടക്കം മുതൽ തന്നെ നമുക്കറിയാം, രാഹുലിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച ആൾ കൂടിയാണ് അങ്ങ്. ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കേണ്ട സമയത്ത് പ്രയോഗിച്ചു എന്നുള്ള കാര്യം അങ്ങ് പറയുകയും ചെയ്തു. ഇപ്പോൾ രാഹുലിന് എല്ലാ കേസിലും ജാമ്യം കിട്ടിയിരിക്കുന്ന സാഹചര്യം, രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് മത്സരിക്കാൻ വരുമോ? ഇല്ല, ഇന്ന് അദ്ദേഹം പാർട്ടിയിലില്ല. മാത്രമല്ല, ജാമ്യം കിട്ടിയെന്ന് വിചാരിച്ച് അത് കോടതി വിധിയല്ല. ഏതായാലും ഇപ്പോൾ ആ വിഷയം ചർച്ച ചെയ്യുന്നില്ല. ഇപ്പോൾ അങ്ങനത്തെ ഒരു ചർച്ചയില്ല. ബാബു മത്സരിക്കുന്നില്ല എന്ന് പാർട്ടിക്ക് പരസ്യമായിട്ട് അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മറ്റ് 20 സീറ്റുകളിലും കോൺഗ്രസിൻ്റെ സിറ്റിംഗ് MLA മാർ മത്സരിക്കണം എന്നൊരു ഏകദേശ ധാരണയായിട്ടുണ്ട്. പക്ഷേ ഫൈനൽ തീരുമാനം എടുക്കേണ്ടത് ഹൈക്കമാൻഡാണ്. പക്ഷേ അപ്പോഴും MP മാർ മത്സരിക്കാനുള്ള സാധ്യതയുണ്ടോ? ഇല്ല, അതിൻ്റെ സാധ്യതയില്ല. കാരണം ബൈ ഇലക്ഷനുകൾ ഒരിക്കലും ജനം ഇഷ്ടപ്പെടുന്നൊരു കാര്യമല്ല. ഇപ്പം ഞാൻ പറയാം, ഞാൻ വട്ടിയൂർക്കാവിൽ MLA ആയിരിക്കുമ്പോഴാണ് ലോക്സഭയിലേക്ക് മത്സരിച്ച് ജയിച്ചത്. അവിടെ ബൈ ഇലക്ഷൻ വന്നപ്പോൾ തോറ്റുപോയി. അടൂർ പ്രകാശ് MLA ആയിരിക്കുമ്പോൾ ലോക്സഭയിലേക്ക് മത്സരിച്ചു, ബൈ ഇലക്ഷൻ തോറ്റുപോയി. ഹൈബി ഈഡൻ MLA ആയിരിക്കുമ്പോൾ ലോക്സഭയിലേക്ക് മത്സരിച്ചു, അവിടെ കോൺഗ്രസ് ജയിച്ചെങ്കിലും ഭൂരിപക്ഷം കുത്തനെ ഇടിഞ്ഞു. ഏതാണ്ട് 22,000-ൽ പരം വോട്ടിനാണ്. അങ്ങയുടെ അഭിപ്രായം പാർട്ടിയിൽ കൃത്യമായി പറയുമോ? തീർച്ചയായും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ 2 കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, MP മാർ മത്സരിക്കേണ്ട. 2, ലോക്കൽ ബോഡി അംഗങ്ങൾ മത്സരിക്കേണ്ട. പക്ഷെ അവിടെ ചില കോൺസ്റ്റിറ്റ്യുവൻസികളിൽ ചില എക്സംഷൻ കൊടുക്കേണ്ടി വരും. VD സതീശൻ പറഞ്ഞ വിസ്മയങ്ങൾ ഇനിയും പാർട്ടിയിൽ കാണേണ്ടി വരും. തീർച്ചയായും ഇപ്പോൾ വിസ്മയങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ഒരുപാട് പേര് കോൺഗ്രസ്സിലേക്ക് വരികയല്ലേ. ഒരാളവൻ്റെ BJPയിൽ പോയി എന്ന് വിചാരിച്ചിട്ട് അതൊന്നും ഞങ്ങളെ കാര്യത്തിൽ ബാധിക്കുന്നതല്ല. താങ്കളും ഇത്തരത്തിൽ BJPയിലേക്ക് പോകും എന്നുള്ള കാര്യം നേരത്തെ അത് നടക്കാത്ത കാര്യമാണെന്ന് എല്ലാവരേക്കാൾ നന്നായിട്ട് BJPക്കാർക്ക് അറിയാം. അതുകൊണ്ടാണ് എന്നെ ഒരു ഘട്ടത്തിലായി സമീപിച്ചിട്ടില്ല. ഞാൻ എല്ലാ കാലത്തും പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ പിതാവ് ത്രിവർണ്ണ പതാക പതച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ മൃതശരീരം ചേതയിലേക്ക് എടുത്തത്. ഞാനും ആ കൊടി ഒരിക്കലും. അങ്ങയുടെ സഹോദരി പത്മജ വേണുഗോപാൽ തന്നെ നേരത്തെ. അല്ല, അത് അവരുടെ ഇഷ്ടമാണ്, അത് എനിക്കത് നോക്കേണ്ട ആവശ്യമില്ല. ഞാൻ കരുണാകരൻ ഏത് പാതയിൽ കൂടെയാണ് സഞ്ചരിച്ചത്, ആ പാതയിലൂടെ ഞാൻ സഞ്ചരിച്ചിട്ടുള്ളൂ. പലരും നേരത്തെ ചോദിച്ചിട്ടുള്ളതാണ്, പത്മജ BJPയിലേക്ക് പോയതിൽ വിഷമം അങ്ങേക്ക് തോന്നിയിരുന്നു? അല്ല, അതിപ്പോൾ അവരുടെ നിലപാട്
ഓരോരുത്തർക്കും ഓരോ നിലപാടുണ്ടല്ലോ. പക്ഷേ ആ തിരഞ്ഞെടുത്ത സന്ദർഭത്തിനോടാണ് എനിക്ക് വിയോജിപ്പ്. ഒരു പാർലമെൻറ്റ് ഇലക്ഷനിൽ പാർട്ടി ഒരു യുദ്ധമുഖത്ത് നിൽക്കുമ്പോൾ ആ പാർട്ടീനെ ഉപേക്ഷിക്കാൻ പാടില്ല. നേരത്തെ പോയിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ വിമർശിക്കില്ലായിരുന്നു. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഏത് പാർട്ടിയിൽ നിൽക്കണ്ട എന്നുള്ളത്. പക്ഷെ അവരന്ന് ചെയ്തത് ഒരു അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. പ്രതിസന്ധിയിലാക്കുന്ന ഒരു കാര്യത്തിലേക്ക് കാര്യങ്ങൾ പോയല്ലേ? അതെ അതെ. ഈ തരൂരിനെ മെരുക്കിയത് എങ്ങനെയാണ്? കാരണം അദ്ദേഹം ഒരു പൂർണ്ണ രാഷ്ട്രീയക്കാരനല്ല. അതുകൊണ്ട് ഒരു പൂർണ്ണ രാഷ്ട്രീയക്കാരൻ്റെ ഒരു അച്ചടക്കം ഒരു പക്ഷേ ഉണ്ടായി വരില്ല. പക്ഷേ അദ്ദേഹം ജനങ്ങളിൽ സ്വാധീനമുള്ളൊരു നേതാവ് തന്നെയാണ്. ഞാനും അദ്ദേഹത്തിനെ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട് ഞാൻ. പക്ഷേ ചില സമയത്തൊക്കെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പാർട്ടിക്ക് ചില സന്ദർഭങ്ങളിൽ പാർട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ എന്നാലും ഫൈനലായിട്ട് വരും. തരൂരുമായി യാതൊരു പിണക്കവുമില്ല, യാതൊരു തർക്കവും. ഞാൻ പറയാം, ഫൈനലായി പാർട്ടി എടുക്കുന്ന നിലപാടിനോടൊപ്പം അദ്ദേഹം എല്ലാ കാലത്തും നിന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ, വ്യത്യസ്ത അഭിപ്രായങ്ങൾ അദ്ദേഹം പരസ്യമായി പറയാറുണ്ടെങ്കിലും ഇതാണ് പാർട്ടി സ്റ്റാൻഡ്, ഇതിൽ നിന്ന് ഞങ്ങൾ മാറില്ല എന്ന് പാർട്ടി പറഞ്ഞാൽ ആ ലക്ഷ്മണ രേഖ അദ്ദേഹം ലംഘിക്കാറില്ല. അത് കൃത്യമായി തന്നെ പാർട്ടിയുടെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് പോകാനുള്ള ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നല്ലോ, അദ്ദേഹം പോയില്ല. അദ്ദേഹം ഒരിക്കലും ഒരു കോൺഗ്രസ് വിട്ടൊരു ചിന്താഗതി അദ്ദേഹത്തിനില്ല. ജോസ് കെ മാണി UDF-ലേക്ക് തിരിച്ചു വരാൻ സാധ്യത? അല്ല, ഇനിയിപ്പോൾ അതിൻ്റെ സമയമില്ലല്ലോ. ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ജാഥ വരെ നടത്തി. ഇനി വന്നാൽ അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റീനെ ബാധിക്കും. അതുകൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തിനെ ക്ഷണിച്ചില്ല. കാരണം ക്ഷണിക്കുന്നത് ശരിയല്ല. ഇതൊരു മുന്നണിയുടെ ഭാഗമായിട്ട് നിൽക്കുകയാണ്. KC വേണുഗോപാൽ കേരളത്തിൽ തകൃതിയായി പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. ഒരുപക്ഷെ മുഖ്യമന്ത്രി പദവി അദ്ദേഹം ലക്ഷ്യമിടുന്നു. അത് അങ്ങനെ പറയുന്നത് ശരിയല്ല. അദ്ദേഹം കേരളത്തിലുള്ളൊരു MP കൂടിയാണ്, കോൺഗ്രസിൻ്റെ MP ആണ്. ആ നിലയ്ക്ക് മറ്റ് MP-മാർക്ക് നൽകിയ അതേ പരിഗണന തന്നെ അദ്ദേഹം സ്വീകരിക്കാറുള്ളൂ. അല്ലാതെ അദ്ദേഹത്തിന് വേണമെങ്കിൽ ആരും ഒബ്ജക്റ്റ് ചെയ്യില്ല. അദ്ദേഹം ഒരു സ്റ്റേറ്റ് രാഷ്ട്രീയത്തിലൊക്കെ സജീവമായിട്ട് ഇടപെട്ടാൽ ആരും അതിനെ വിമർശിക്കില്ല. പക്ഷേ അദ്ദേഹം അങ്ങനെ ചെയ്യാറില്ല. അദ്ദേഹം കേരളത്തിലുള്ള MP ആയതുകൊണ്ട് കേരളത്തിൻ്റെ പൊതുകാര്യങ്ങൾ അദ്ദേഹത്തിന് അഭിപ്രായമുണ്ട്. അഭിപ്രായം അദ്ദേഹം പ്രകടിപ്പിക്കും. അതിനെ മുഖ്യമന്ത്രി സ്ഥാനമായിട്ട് കൂട്ടിക്കുഴയ്ക്കേണ്ട കാര്യമില്ല. കോൺഗ്രസ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള പിടിവലി ഉണ്ടാകുമെന്നുള്ള അല്ല, അത് ആ പറയുന്നത് യാതൊരു അർത്ഥവുമില്ല. ജയിച്ചു വരുന്ന MLA-മാരുടെ അഭിപ്രായങ്ങൾ ചോദിച്ചിട്ടാണ് ഹൈക്കമാൻഡ് തീരുമാനമെടുക്കുക. ആ തീരുമാനത്തെ എല്ലാവരും അംഗീകരിക്കും. ആരും ചോദ്യം ചെയ്യില്ല. ഞങ്ങളിപ്പോൾ ചില ആൾക്കാർ പറയും അധികാരത്തിലില്ലാത്തതുകൊണ്ട് ഹൈക്കമാൻഡിനെ ആരും വകവയ്ക്കുന്നില്ല. തെറ്റാണ്. ഞങ്ങൾക്ക് എന്ത് വന്നാലും ഹൈക്കമാൻഡ് തന്നെയാണ് ഞങ്ങളുടെ സുപ്രീം. രാഹുൽ ഗാന്ധിയാണ് ഞങ്ങളുടെ നേതാവ്. ഖാർഗെയാണ് ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശം നൽകേണ്ട ആൾ. അത് ഞങ്ങൾ എല്ലാ കാലത്തും അംഗീകരിക്കും. ഒരു സംശയവും കാര്യത്തില്ല. SNDP NSS ഐക്യം പൊളിഞ്ഞത് അത് കോൺഗ്രസിന് ഗുണകരമാകുമെന്നുള്ള അല്ല, ഞങ്ങൾ സമുദായങ്ങൾ തമ്മിലുള്ള ഐക്യമോ വിയോജിപ്പോ ഞങ്ങളതിന് ഇടപെടാറില്ല. പക്ഷെ അപ്പോഴും നമ്മൾ അന്ന് കണ്ടതാണ് NSS സതീശനെതിരെ നിലപാട് സ്വീകരിക്കുക. അല്ല, അത് NSS ജനറൽ സെക്രട്ടറിക്കുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളാണ് കാരണം. അല്ലാതെ NSS ഒരിക്കലും കോൺഗ്രസിനെതിരായി നിന്നിട്ടില്ല. SNDP-യിൽ വെള്ളാപ്പള്ളി എന്ത് പറഞ്ഞാലും അതിലെ ഒരുപാട് അണികൾ ഇപ്പോഴും കോൺഗ്രസ്സുകാരാണ്. അവർ കോൺഗ്രസിനെ വോട്ട് ചെയ്യൂ. എന്നാൽ സമുദായ സംഘടന വരുമ്പോൾ അവരുടെ ജനറൽ സെക്രട്ടറിയാണല്ലോ ശ്രീ വെള്ളാപ്പള്ളി. അപ്പോൾ വെള്ളാപ്പള്ളിയോട് സംഘടനയുടെ കാര്യത്തിൽ അവർ കൂടെ നിന്നാൽ ഇലക്ഷന് വോട്ട് ചെയ്യുമ്പോൾ ഒരു കോൺഗ്രസിനെ ചെയ്യും. അപ്പോൾ ഈ ഐക്യമൊന്നും ഞങ്ങളെ ബാധിക്കില്ല. ആ ഐക്യം പരാജയപ്പെടുകയും ചെയ്തു. മാത്രമല്ല, നേരത്തെ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളിയുടെ ചില പരാമർശങ്ങളൊക്കെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഞങ്ങൾ അദ്ദേഹത്തിനെ എതിർക്കുന്ന ഒരു ഒറ്റ കാരണം, ഞങ്ങൾക്ക് അദ്ദേഹത്തിന് ബഹുമാനമൊക്കെ ഉണ്ട്. പ്രായമുള്ളൊരു മനുഷ്യനാണ്. ഒരു വലിയൊരു സമുദായ സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ആളാണ്. ഗുരുദേവൻ്റെ സ്ഥാപിച്ച പക്ഷേ ആ ഗുരുദേവൻ സ്ഥാപിച്ച ഒരു പ്രസ്ഥാനത്തിൻ്റെ, ഒരു മഹാപ്രസ്ഥാനത്തിൻ്റെ അമരത്തിരുന്നുകൊണ്ട് ഏതെങ്കിലും മതത്തിന്, ഏതെങ്കിലും ജില്ലയെ പേരെടുത്ത് പറഞ്ഞ് വിമർശിക്കുമ്പോൾ ഞങ്ങളതിനെ എതിർത്തിട്ടുണ്ട് ശക്തമായിട്ട്. ആ നിലപാട് ശരിയല്ല എന്നാണ് അന്നും ഇന്നും ഞങ്ങളുടെ നിലപാട്. അദ്ദേഹം കോൺഗ്രസിനെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞു, ഞങ്ങൾ തിരിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. പക്ഷേ ഒരു പ്രത്യേക സമുദായത്തിനെ, പ്രത്യേക ജില്ലയെ പേരെടുത്ത് വിമർശിക്കുമ്പോൾ അതാ ഇരിക്കുന്ന സ്ഥാനത്തിന് ചേർന്ന പ്രസ്താവനയല്ല എന്ന് ഞങ്ങൾ പറയും. ഇനി ഭാവിയിലും പറയും. പക്ഷെ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹത്തിനെ ഞങ്ങൾ മോശക്കാരനായി ചിത്രീകരിക്കുകയോ അദ്ദേഹത്തിൻ്റെ പ്രായത്തിനെ ഞങ്ങൾ ബഹുമാനിക്കാതിരിക്കുകയോ ചെയ്യില്ല. ഈ CPM BJP അന്തർധാര അതെപ്പോഴും കോൺഗ്രസ് പറയുകയാണല്ലോ. അല്ല, അതുണ്ടല്ലോ. ഞാൻ പറയാം, തിരുവനന്തപുരം കോർപ്പറേഷനിൽ തന്നെ കഴിഞ്ഞ 2020 കിട്ടിയ വോട്ടുകളിൽ നിന്ന് CPM താഴോട്ട് പോയപ്പോൾ ഇവിടെയൊക്കെ BJPക്ക് അതിൻ്റെ മെച്ചം കിട്ടി. ഞങ്ങൾക്ക് കഴിഞ്ഞ തവണത്തിനേക്കാൾ വോട്ട് കൂടി.
അവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞങ്ങൾ കഴിഞ്ഞ തവണ 3-ാം സ്ഥാനത്ത് പോയ ചില വാർഡുകൾ ഇത്തവണ ഞങ്ങൾ ജയിച്ചു. പക്ഷേ CPM 1-ാം സ്ഥാനത്ത് നിന്ന വാർഡുകൾ താഴെ പോയി. അവർ 2-ാം സ്ഥാനത്ത് വന്ന വാർഡുകളിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ടായി. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ വോട്ടിംഗ് കണക്ക് വെച്ചിട്ടാണ് ഞങ്ങൾ സ്ഥാപിക്കുന്നത്, അല്ലാതെ വെറുതെ അന്തർധാരാന്ന് പ്രസംഗിച്ചു പോവല്ല. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് എത്രത്തോളം നിയമസഭാ ഇല്ല, ഞങ്ങൾക്ക് അത് ഭക്തജനങ്ങൾ വളരെ മുറിവേറ്റിട്ടുണ്ട്. അതൊരു മതത്തിൻ്റെ മാത്രമല്ല, മൊത്തം ഈശ്വര വിശ്വാസികൾക്ക് ഇത്തവണ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. കാരണം ഈ സർക്കാർ എല്ലാത്തിലും കയറി തലയിട്ട് എല്ലാം നാശമാക്കി വെച്ചിരിക്കുക. ശബരിമല മാത്രമല്ല, വഖഫ് ബോർഡിൽ പോലും കടന്നു കയറാൻ നോക്കി. അങ്ങനെ മതസ്ഥാപനങ്ങളിൽ തലയിട്ടുകൊണ്ട് മതത്തിൽപ്പെട്ടവരെ അപമാനിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവരുടെ ഭാഗത്തുണ്ടായി. ഞങ്ങൾ ജയിച്ച സ്വർണ്ണക്കൊള്ള നടന്നത് 2019. ആ കൊള്ളയ്ക്ക് കാരണക്കാരായിട്ടുള്ളവർക്ക് കുറ്റപത്രം കൊടുക്കാതെ ജാമ്യം ലഭിക്കുന്നൊരവസ്ഥ ഈ സർക്കാർ ഉണ്ടാക്കി. SIT എന്ന് പറഞ്ഞാൽ കേരള ഗവൺമെൻറ് കീഴിലുള്ളതല്ലേ SIT. അവർ നിഷ്പക്ഷമായിട്ടാണോ പ്രവർത്തിക്കുന്നത്? എവിടെ തൊണ്ടി മുതൽ എവിടെ പോയി? ഇപ്പോൾ സാക്ഷാൽ ഉണ്ണികൃഷ്ണൻ പൊരിക്കാനെ ജാമ്യം കിട്ടി പുറത്താണ്. ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞു ഒരു കുറ്റവാളിയും രക്ഷപ്പെട്ടില്ല, എല്ലാവരും പുറത്തു പോയിട്ട് എങ്ങനെ രക്ഷപ്പെടാതിരിക്കുക? ഇത് ഇപ്പോൾ ഞങ്ങൾക്ക് ഈ SITയിലും ഈ സർക്കാരിലും ഞങ്ങൾക്ക് വിശ്വാസമില്ല. പക്ഷേ 4 മാസം കഴിഞ്ഞാൽ ഇലക്ഷനിൽ ഭരണമാറ്റം ഉണ്ടാകും. അന്ന് ഞങ്ങൾ ഇതിനെക്കുറിച്ച് വസ്തുനിഷ്ഠമായിട്ട് അംഗീകരിച്ച് തെറ്റ് ചെയ്തവരെ ജനത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരും. അല്ലാതെ CBI അന്വേഷണം ഒന്നും ആവശ്യപ്പെടുന്നില്ല. CBI അന്വേഷണം നടക്കുകയാണെങ്കിലും ഹൈക്കോടതിയുടെ മേൽനോട്ടം വേണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അത്തരത്തിൽ അങ്ങനെ ഒരു നിലപാട് തന്നെ തീർച്ചയായിട്ടും. ഈ സ്വർണ്ണക്കൊള്ള അത് വലിയ തോതിൽ ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടുകയാണെങ്കിൽ മറ്റു വിഷയങ്ങളൊക്കെ വേണ്ട വിധത്തിൽ ചർച്ച ചെയ്യാതെ മറ്റു വിഷയങ്ങളുണ്ടല്ലോ. ഓരോ മേഖലയിലെ പരാജയങ്ങളല്ലേ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. സ്വർണ്ണക്കൊള്ള മാത്രമല്ല, അല്ലാത്ത കൊള്ളകളും ഉണ്ട്. സ്വന്തം പാർട്ടിക്കാർക്ക് വേണ്ടി പിരിച്ച ഫണ്ട് അത് അടിച്ചു മാറ്റിയെന്ന് ആ പാർട്ടിക്കാർ പറയുകയാണ്, ഞങ്ങളല്ല. അങ്ങനെ ആശയം വരുമ്പോൾ അതിൻ്റെ കണക്ക് പുറത്ത് കാണിക്കണ്ടേ? ഇപ്പം ഞാൻ പറയാം, നിങ്ങളുടെ കോൺഗ്രസ് പാർട്ടിക്ക് എത്ര ഫണ്ട് ഉണ്ടെന്ന് ഏതെങ്കിലും പത്രക്കാർ ചോദിച്ചാൽ ഞങ്ങളുടെ ആഭ്യന്തര കാര്യമാണെന്ന് പറയാം. പക്ഷേ ഞങ്ങൾ പിരിച്ച ഫണ്ട് അടിച്ചു മാറ്റി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അതിൻ്റെ കണക്ക് പറയേണ്ടി വരില്ലേ? ഞങ്ങൾ കണക്ക് പറയാൻ ബാധ്യസ്ഥരാണ്. അങ്ങനെ ആക്ഷേപം പാർട്ടിക്കുള്ളിൽ നിന്നുണ്ടാവുമ്പോൾ എന്തുകൊണ്ടാണ് കുഞ്ഞികൃഷ്ണൻ പറഞ്ഞ ആരോപണത്തിനെക്കുറിച്ച് അന്വേഷണം നടത്താത്ത? എന്തായിരുന്നു? MLA ന്യായീകരിക്കുക മാത്രമല്ല, അയാൾ വീണ്ടും സ്ഥാനാർത്ഥിയാക്കാൻ പോവാണ്. ഒരു രക്തസാക്ഷി കുടുംബത്തിന് വേണ്ടി 1 കോടി പിരിച്ചിട്ട് 40 ലക്ഷത്തോളം വരെ MLA അടിച്ചു മാറ്റിയെന്ന് ജില്ലാ കമ്മിറ്റി അംഗമാണ് പറയുന്നത്. അദ്ദേഹത്തിന് ഉടനെ പുറത്താക്കി. എന്നാൽ സ്വർണം കട്ട കേസിൽ അകത്തുള്ള 2 മുൻ പ്രസിഡന്റ്, ഒരാൾ പുറത്തു വന്നു, ഒരാൾക്ക് അടുത്ത് തന്നെ ചിലപ്പോൾ ജാമ്യം കിട്ടും. അവർക്ക് എതിരായിട്ട് ഒരു ആക്ഷൻ എടുത്തിട്ടില്ല. മുൻപ് തെരഞ്ഞെടുപ്പിൽ ശബരിമല യുവതീ പ്രവേശനം വലിയ തോതിൽ കോൺഗ്രസിന് ഗുണം ചെയ്തു. ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസും കോൺഗ്രസിന് തന്നെ ആയിരിക്കുമോ ഗുണം ചെയ്യും? ഞങ്ങൾ പറയുന്നത് പാർട്ടിയുടെ ഗുണവും ദോഷമല്ല നോക്കുന്നത്. ഒരു വലിയൊരു ക്ഷേത്രത്തിൽ, ഒരു മഹാക്ഷേത്രത്തിലെ ദേവന് കാണിക്കയായി നൽകിയ സ്വർണം മോഷ്ടിക്കപ്പെട്ടു, അല്ലെങ്കിൽ കൊള്ള ചെയ്തു. അതാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അത് ഞങ്ങൾ ഇലക്ഷൻ്റെ വോട്ട് കിട്ടും കിട്ടാതിരിക്കുക, അത് കാര്യം പറയും. പക്ഷെ അതിൽ ഞങ്ങൾക്ക് കൃത്യമായിട്ട് സ്റ്റാൻഡുണ്ട്. BJP ഇക്കാര്യത്തിൽ എടുക്കുന്ന നിലപാട് ഒരു പക്ഷേ BJPയുടെ നിലപാടുകളൊക്കെ ഒരു ശരിയായിട്ട നിലപാടൊന്നുമല്ല. ഞാൻ ഇന്നിപ്പോൾ അവരുടെ മുൻ പ്രസിഡൻറ്റ് കൂടിയായ പഴയ ഗവർണർ ശ്രീധരൻപിള്ളയുടെ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു. അദ്ദേഹം സത്യം പറഞ്ഞാൽ തന്ത്രിയെ അദ്ദേഹം അവമാനിക്കുക ചെയ്തത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടാണ് തന്ത്രി നടയടച്ചത്. അങ്ങനെയല്ല ഉണ്ടായത്. ആ ക്ഷേത്രത്തിൻ്റെ ആചാരത്തിന് ചേരാത്ത ആചാര ലംഘനം ഉണ്ടായി എന്ന് കണ്ടപ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ പരിഹാരം ചെയ്തു തന്ത്രി. അതിനെ എൻ്റെ നിർദ്ദേശപ്രകാരമായിരുന്നു എന്ന് പറഞ്ഞത് സത്യത്തിൽ ആ തന്ത്രിയെ അവമാനിക്കലായിപ്പോയി. 2, അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് ആദ്യം കോടതി വിധി അനുകൂലിച്ചു. തെറ്റാണ്. കാരണം ഈ കോടതി വിധി വരുമ്പോൾ ഞങ്ങളുടെ അന്ന് മറ്റൊരു വിഷയത്തിന് വേണ്ടി ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി ചേർന്നുകൊണ്ടിരിക്കുകയായിരുന്നു, രാഷ്ട്രീയകാര്യ സമിതി. ആ സമയത്താണ് വിധി വരുന്നത്. ഞങ്ങൾ ആ ദിവസം ഏതാണ്ട് 9 മണിക്കൂറോളം ഞങ്ങൾ ചർച്ച ചെയ്തു. ചർച്ച ചെയ്ത് ഞങ്ങൾ തീരുമാനമെടുത്തു. ഭക്തരുടെ കൂടെ നിൽക്കാൻ തീരുമാനിച്ചു. 5 മേഖലാ ജാഥകൾ ഞങ്ങൾ നടത്തി. അതിൽ 4 പദയാത്രകളായിരുന്നു, 3 പദയാത്രകളായിരുന്നു. ഒരു പദയാത്ര ഞാൻ നയിച്ചു, ഒരു പദയാത്ര തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നയിച്ചു, ഒരു പദയാത്ര കൊടിക്കുന്നിൽ സുരേഷ് നയിച്ചു. 2 വാഹന പ്രചരണ ജാഥകൾ ഷാനിമോൾ ഉസ്മാനും കെ സുധാകരനും നടത്തി. പാർട്ടിയുടെ ക്ലിയർ ആയിട്ടുള്ള പാർട്ടി സ്റ്റാൻഡ് എടുത്തു. ആ സ്റ്റാൻഡിൽ ഞങ്ങൾ ഇന്ന് ഉറച്ചു നിൽക്കുന്നു.
സ്വർണ്ണക്കൊള്ള വന്നപ്പോഴും അതിനെതിരായി ശക്തമായി സ്റ്റാൻഡ് എടുത്ത് 4ഓളം വാഹന പ്രചരണ ജാഥകൾ നടത്തിയ പാർട്ടി ഇന്ത്യയിൽ കേരളത്തിൽ കോൺഗ്രസ് പാർട്ടി മാത്രമേ ഉള്ളൂ. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ജനം കൃത്യമായി മനസ്സിലാക്കും. തീർച്ചയായിട്ടും ജനങ്ങളെ മനസ്സിലാക്കുന്ന ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ റിയാക്ഷൻ ഇലക്ഷനിലുണ്ടാവും. അപ്പോൾ കൃത്യമായിട്ടുള്ളൊരു ഭരണമാറ്റം തന്നെ ഉണ്ടാകും. തീർച്ചയായിട്ടും ഭരണമാറ്റം അത് തന്നെയാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. അതിലൊരു കോംപ്രമൈസും ഇല്ല. ഭരണം മാറണം, മാറിയേ തീരൂ. കവി സച്ചിദാനന്ദൻ പറഞ്ഞ പോലെ ഇനിയൊരു LDF ഭരണം ആ പാർട്ടിയെ നശിപ്പിക്കുന്ന പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. അതുകൊണ്ടൊരു ഭരണത്തുടർച്ച ഉണ്ടാവില്ല. ഭരണത്തുടർച്ച ഉണ്ടാവാതിരിക്കാൻ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ UDF വോട്ട് ചെയ്യും. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പ്രവർത്തനത്തെ എങ്ങനെയാണ് അങ്ങ് നോക്കിക്കാണുന്നത്? സമ്പൂർണ്ണ പരാജയമാണ്. അദ്ദേഹത്തിൻ്റെ പരാജയത്തിൻ്റെ മുഖ്യ കാരണം അദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യമാണ്. കാര്യങ്ങൾ പഠിക്കുന്നതിലുള്ള വിമുഖതയാണ് അദ്ദേഹത്തിൻ്റെ പരാജയമായിട്ട് എന്നെപ്പോലുള്ളവർ കാണുന്നത്. ഒരു വ്യക്തിപരമായിട്ട് ഞാൻ വിമർശിക്കുകയല്ല, പക്ഷേ കാര്യങ്ങൾ പഠിക്കുന്ന കാര്യത്തിൽ വരുന്ന അലംഭാവം, താനാണ് ശരിയെന്നുള്ള ധിക്കാരം, ഇതാണ്. പിന്നെ പാർട്ടി നയത്തിന് വിപരീതമായി ഉന്നതരുമായിട്ടുള്ള പല കൂട്ടുകെട്ടുകൾ, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പരാജയത്തിൻ്റെ കാരണങ്ങളെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അഡ്മിനിസ്ട്രേഷനിൽ അദ്ദേഹം മോശമായി പോയത്. അപ്പം നമ്മളൊരു തീരുമാനമെടുക്കുന്നതിനെ ഞാൻ വിമർശിക്കുന്നില്ല, പക്ഷേ തീരുമാനം എടുക്കുമ്പോൾ അപ്പോൾ കരുണാകരൻ്റെ കാലത്ത് തീരുമാനം എടുത്തിരുന്നത് എങ്ങനെയാണ്? അത് എല്ലാവരുടെ അഭിപ്രായം ചോദിക്കും. അതിൻ്റെ ശരി തെറ്റുകൾ സ്വയം വിലയിരുത്തി അദ്ദേഹം തീരുമാനമെടുക്കും. പിന്നെ കരുണാകരൻ ഞാൻ കണ്ടിട്ടുള്ളൊരു പ്രത്യേകത, ഉദ്യോഗസ്ഥന്മാരെ പറ്റി പത്രക്കാർ വിമർശിച്ചാൽ അത് ഉദ്യോഗസ്ഥന്മാരെ ന്യായീകരിച്ചുകൊണ്ട് പത്രക്കാരുടെ മുമ്പിൽ പറയും. അത് കഴിഞ്ഞ് ആ ഉദ്യോഗസ്ഥന്മാരെ മാറ്റി നിർത്തി ചീത്ത പറയേണ്ട സ്ഥലത്ത് ചീത്ത പറയുക. പക്ഷെ പിണറായി വിജയൻ അങ്ങനെയല്ല. ഉടനെ ഉദ്യോഗസ്ഥന്മാരെ കുറ്റപ്പെടുത്തും, ഞാനാണ് ശരിയെന്നുള്ള ഭാവം. അതാണ് ശൈലി വ്യത്യാസം. പക്ഷേ ഈ ശൈലി മാറ്റം ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്ക് ചേർന്നതല്ല. ഞങ്ങൾ അത്രേ പറയുന്നത്. CPM എടുക്കുന്ന പല തീരുമാനങ്ങളിലും അന്തിമ വാക്ക് മുഖ്യമന്ത്രിയാണെന്ന് പറഞ്ഞു കേട്ടു. അതാണ് ആ പാർട്ടിയുടെ പരാജയത്തിൻ്റെ കാരണം. പണ്ട് കാലത്ത് EMSൻ്റെ കാലത്ത് പോലും EMSനെ തിരുത്തിയിട്ടുണ്ട് സംസ്ഥാന കമ്മിറ്റി. അതായത് MV ഗോവിന്ദനെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് മുഖ്യമന്ത്രി തീരുമാനം. തീർച്ചയായും MV ഗോവിന്ദൻ മാത്രമല്ല, ബേബിയെ അവർ ഇരുട്ടാണ്. അദ്ദേഹമാണ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി. ബേബിയെ അവർ ഇരുട്ടിൽ നിർത്തിക്കൊണ്ടാണ് ഏകപക്ഷീയമായ തീരുമാനങ്ങൾ ശ്രീ പിണറായി വിജയൻ അടിച്ചേൽപ്പിക്കുന്നത്. സ്ഥാനാർത്ഥിയാകുമോ എന്നുള്ള ചോദ്യത്തിന് പാർട്ടി പറഞ്ഞാൽ മത്സരിക്കുമെന്നുള്ള നിലപാടാണ് K മുരളീധരൻ വിശദീകരിച്ചത്. ഏതായാലും ഇത്രയും അധികം സമയം നമ്മളോടൊപ്പം ചിലവഴിച്ചതിന് ഒരുപാട് നന്ദി. പ്രത്യേക അഭിമുഖ പരിപാടി പൂർണ്ണമാകുന്നു. നമസ്കാരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.